പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഇടത് കൈയിലെ തള്ളവിരലൊന്ന് മുറിയാനിടയായി. പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു തുണിയെടുത്ത് വളരെ ബലമായിട്ട് മുറുക്കി കെട്ടി ചോര കൂടുതൽ ഒഴുകി പോകാതിരിക്കത്തക്കവണ്ണം ഞെക്കിപ്പിടിച്ച് വേറൊരു പ്ലാസ്റ്ററൊക്കെ ചുറ്റി വെച്ച് ആണ് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. എന്നാൽ വൈകിട്ട് കിടന്നുറങ്ങാൻ നേരം ഈ തള്ളവിരലെങ്ങും മുട്ടരുത്, ഇനി ചോര എടുക്കരുത് എന്ന് കരുതി വളരെ ശ്രദ്ധയോടെ കൈ അങ്ങോട്ട് മാറ്റി വെച്ചാണ് കിടന്നുറങ്ങിയത്. എന്നാൽ പലപ്പോഴും ആ ഉറക്കത്തിനിടയിൽ ഉണരുവാനും അതൊരു വലിയൊരു അസ്വസ്ഥത പോലെയും ഒരു ബുദ്ധിമുട്ട് പോലെയും ഒക്കെ എനിക്ക് തോന്നുവാനിടയായി. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വേദനയും പലപ്പോഴും ഉറക്കം ഉണർന്നതിൻ്റെയൊക്കെ കാരണമായി രാവിലെ എഴുന്നേറ്റപ്പം വല്ലാത്തൊരു ക്ഷീണം, ഉറക്കം തികഞ്ഞില്ല എന്നതുപോലൊരു തോന്നൽ. ഇത് നമ്മുടെ ഒരു കൈയുടെ ഒരു മുറിവ് വന്നപ്പോൾ ഇത്രമാത്രം നമ്മുടെ ദിനചര്യകൾക്ക് വ്യത്യാസം വരികയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെയും വരികയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതേപോലെയാണല്ലോ ഓരോ രോഗങ്ങൾ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഓരോ ദിവസവും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഒക്കാതെ വരിക, ചെയ്യുന്നത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതിരിക്കുക. അപ്പോൾ തന്നെ മറ്റൊരു വസ്തുത കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ശരീരത്തിന് വേദനയോ മറ്റ് മാനസികമായ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശ തോന്നുക, ബുദ്ധിമുട്ടുകൾ തോന്നുക, നമുക്ക് സന്തോഷമില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നേരാംവണ്ണം നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെല്ലാം മറ്റുള്ളതുണ്ടെന്ന് പറഞ്ഞാലും ആ സന്തോഷം നിലനിൽക്കത്തുള്ളൂ. നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം ആരെങ്കിലും മുടക്കിയാൽ, അല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നു എങ്കിൽ നമുക്കെന്ത് തോന്നുന്നു? നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അപ്പോൾ സന്തോഷം വരാനും സന്തോഷം നഷ്ടപ്പെടാനും ഏതാനും നിമിഷങ്ങൾ മതി, ചെറിയ ചെറിയ കാരണങ്ങൾ മതി. നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതയും രോഗത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം വരികയും പോവുകയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയുന്ന ഒരു സന്തോഷമുള്ളത് കൊണ്ടാണ് നാം കുറേ ദിവസങ്ങളായി ചിന്തിക്കുന്ന ഒരു വാക്യമാണല്ലോ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, പിന്നെ അത് കൂടാതെയുള്ള ഒന്നാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും സന്തോഷിപ്പാൻ ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ നോക്കിയാൽ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സമ്മതിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് എന്തോ ഒന്ന് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നതാണ് നമുക്ക് സ്ഥിരമായി തുടർമാനമായി സന്തോഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ ലോകത്തെ ജയിച്ച ദൈവത്തോടൊപ്പമാണ് ഞാൻ എങ്കിൽ ലോകത്തെ ജയിച്ച ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നു. എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നു, എന്നെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധൈര്യവും ഉറപ്പും നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സന്തോഷം തുടർമാനമായി നിൽക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് മാറുന്നില്ല, നമുക്ക് വരുന്ന രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, അത് തുടർമാനം നമുക്ക് അസ്വസ്ഥത നൽകുന്നുവെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാനിടയാകും. എന്നാൽ നാളെ നമുക്ക് ചിന്തിക്കണം, ഈ ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കുമ്പോഴാണ് ലോകത്തിലുള്ളതും സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ സന്തോഷം കെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോഴും എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് എന്തോ ഒന്ന്
നമുക്ക് സന്തോഷിപ്പാനിടയാകരുത്. അതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. അതില്ലാത്തിടത്തോളം കാലം വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സന്തോഷം തുടർമാനം എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. എന്താണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്? എന്ത് സന്തോഷമാണ് തുടർമാനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അവിടെയാണ് പറയുന്നത് ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നൽകുന്ന ഒന്നാണ് ദൈവമക്കൾ ആകുവാനുള്ള പദവിയും അധികാരവും. ഈ അധികാരം, ഈ പദവിയിൽ എത്തുന്ന ഒരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ദൈവം പ്രദാനം ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ഒന്ന് അന്നേരം ഉണ്ടാകും എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.